എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന രണ്ട് സ്വപ്നങ്ങളുണ്ട് കേട്ടോ. എല്ലാ കാലവും അത് രണ്ടും എൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സ്വപ്നങ്ങൾ. പക്ഷേ ആ രണ്ട് സ്വപ്നങ്ങളും നിരീക്ഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രെയിൻ ഒരു പരട്ട തെണ്ടിയാണ്. സത്യമായിട്ടും നിങ്ങൾ കേൾക്കേണ്ട സങ്കടം ഞാൻ വിശദമായിട്ട് പറയാം. ഫസ്റ്റ് സ്വപ്നം എന്താണെന്ന് അറിയോ? ഞാനിങ്ങനെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടാണ് ഫസ്റ്റ് സ്വപ്നം. ഈ സൂപ്പർമാൻ പറക്കുന്ന പോലെ അങ്ങനെ നേരെ കൈയൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ടല്ല കേട്ടോ പറക്കുന്നത്. ഒരു തൂവൽ പോലെ കാറ്റിൽ അങ്ങനെ ഒഴുകി അങ്ങനെ പറന്ന് പൊങ്ങുകയാണ് മുകളിലോട്ട്. പിന്നെ നേരെ ഒരു മേൽക്കൂരയുടെ മുകളിൽ വന്ന് വീഴുന്നു, ഒരു തൂവൽ പോലെ. അവിടുന്ന് പിന്നെയും പതിയെ പറന്ന് അങ്ങനെ പൊന്തുന്നു. പറന്ന് അടുത്ത മേൽക്കൂരയുടെ മുകളിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ആ പറക്കൽ. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റി ആരോ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന പോലെ. ശരിക്കും ആ വായുവിലൂടെ ഇങ്ങനെ പറക്കുന്ന സെൻസേഷൻസ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് നേരത്തേക്ക് അതിങ്ങനെ ഫീൽ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഈ ഒരു പറക്കുന്ന എക്സ്പീരിയൻസ് ഞാനൊരു 3-4 തവണ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഈ ഡ്രീമിനെ പറ്റി ഞാൻ ഈ അടുത്ത കാലത്തൊന്ന് ജസ്റ്റ് ഒന്ന് റീസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പറക്കുന്നു എന്ന സ്വപ്നം കണ്ട ലോകത്തുള്ള ഏതാണ്ട് എല്ലാവരും ഇതേ രീതിയിലാണ് അവർ പറക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. അതായത് ഗ്രാവിറ്റി ഇങ്ങനെ ഓഫ് ആക്കിയിട്ടതുപോലെ ഇങ്ങനെ ചാടി തൂവല് പോലെ കാറ്റിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ പെട്ടതുപോലെ. അതെനിക്ക് കുറച്ച് വിയേഡായിട്ട് ഫീൽ ചെയ്തു. കാരണം പരസ്പരം ഒരു ബന്ധവുമില്ലാതെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്ന തികച്ചും അപരിചിതരായ ആളുകൾ, എന്നാൽ ഞങ്ങൾ കാണുന്നത് ഒരേ രീതിയിലുള്ള സ്വപ്നം. അതെന്തായിരിക്കും എന്ന് പിന്നെയും അന്വേഷിച്ച് നോക്കിയപ്പോഴൊക്കെയാണ് പിന്നെ മനസ്സിലായത്. നമ്മുടെ ജെമിനി ചേച്ചിനൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ നമുക്കറിയാവുന്ന നമുക്ക് പരിചയമുള്ള സെൻസേഷനിൽ നിന്നും ഫീലിംഗ്സിൽ നിന്നും ഒക്കെ ബേസിക് ആയിട്ട് വെച്ചിട്ടായിരിക്കും ഈ സ്വപ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ സൂപ്പർമാനെ പോലെ നേരെ പറക്കുന്നത് നമുക്ക് ആർക്കും ഒട്ടും അതിന് പരിചയമില്ല. പക്ഷേ ചാടുന്നത്, നീന്തുന്നത്, താഴേക്ക് വീഴുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്സ് നമുക്ക് അത്യാവശ്യം പരിചയമുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്കറിയാവുന്ന ഇജാതി ഫീലിംഗ്സ് വെച്ചിട്ട് ഇതുപോലെ ഒരു പറക്കുന്ന എക്സ്പീരിയൻസ് നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ പറക്കുന്ന ലോജിക്കിനെ പറ്റി എൻ്റെ തലച്ചോറിന് യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ പറക്കുന്നത് ഒരു യാഥാർത്ഥ്യമായി എൻ്റെ തലച്ചോറ് തെണ്ടി അംഗീകരിച്ചു. പക്ഷേ സങ്കടം രണ്ടാമത്തെ സ്വപ്നത്തിലേക്ക് വരുമ്പോഴാണ്. സ്വപ്നത്തിൽ ഞാനും ഒരു പെൺകുട്ടിയുണ്ട്. 2 കസേരയിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. തികച്ചും സ്വാഭാവികമായ നോർമൽ ആയ ഒരു കോൺവെർസേഷൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് എടുത്ത വഴിക്ക് സ്വപ്നത്തിൽ അവയർനെസ് കിട്ടി എന്നുള്ളതാണ്. ആ മിനിറ്റിൽ ഞാനൊരു സ്വപ്നത്തിന്റെ ഉള്ളിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ആ സ്വപ്നം എന്റെ കൈവിട്ട് പോവുകയും ചെയ്തു. ഞാൻ പതിയെ എഴുന്നേറ്റു. എന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലുസിഡ് ഡ്രീമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇവിടെയാണ് എന്റെ സങ്കടം ഇരിക്കുന്നത്. യാതൊരു ലോജിക്കും ഇല്ലാതെ വായുവിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നതിൽ എന്റെ ബ്രെയിനിന് ഒരു സംശയവും തോന്നിയില്ല. പക്ഷേ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്റെ പരട്ടത്തെണ്ടി തലച്ചോറിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എടുത്ത വഴിക്കാത്തെണ്ടി തീരുമാനിച്ചു ഇതൊരു സ്വപ്നമാണെന്ന്. അല്ലാതെ എന്റെ അടുത്തൊക്കെ ഏത് പെൺകുട്ടി ഒന്ന് സംസാരിക്കാനല്ലേ. താങ്ക്സ് ഡ്യൂഡ്, ഗ്രേറ്റ് ജോബ്. സംഭവം കേൾക്കുമ്പോൾ തമാശയാണ്. പക്ഷേ ഈ 2 സ്വപ്നങ്ങളും ഞാൻ ഇങ്ങനെ എല്ലാ കാലവും ഓർത്തിരിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് മെമ്മറബിൾ ആകാനുള്ള കാരണം എന്താണെന്നറിയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. 10 കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന മാർക്കൊക്കെ വെച്ചിട്ട് +2 നമുക്ക് അലോട്ട്മെന്റ് കിട്ടാനൊക്കെ ഏതായാലും 3-4 മാസം സമയമൊക്കെ എടുക്കും. ഞാൻ ആ ടൈമിൽ എന്ത് ചെയ്തു, നമ്മുടെ തന്തപ്പടിയുടെ കൂടെ ഫ്ലാറ്റുകളിൽ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയി. എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായ ബോറൻ ജീവിതം. തിന്നുന്നു, ഉറങ്ങുന്നു, കാലത്ത് എഴുന്നേൽക്കുന്നു, തന്തപ്പടിയോടൊപ്പം ജോലിക്ക് പോകുന്നു, ലിഫ്റ്റ് ഇല്ലാതെ 10-14 നില സ്റ്റെപ്പ് ചവിട്ടി അങ്ങനെ കയറി പോകുന്നു, അവിടെ ഇരുന്ന് പെയിന്റ് അടിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, റിപ്പീറ്റ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്കാണ് തികച്ചും യാദൃശ്ചികമായി ഞാൻ ഫോണിൽ ആ വാക്ക് പരിചയപ്പെടുന്നത്, ലുസിഡ് ഡ്രീമിംഗ്. തികച്ചും അവിശ്വസനീയം എന്ന് തോന്നിക്കുന്ന ഒരു ആശയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഞാൻ സ്വപ്നം കാണുകയാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ഇതായിരുന്നു ലുസിഡ് ഡ്രീമിംഗിന്റെ ആശയം. ഇതിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്റർനെറ്റിൽ ഇങ്ങനെ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു. അവർ പറന്നു നടന്നത്, അവർ മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്ര പോയത്, ചന്ദ്രനിൽ പോയത്, മതിലിനുള്ളിലൂടെ നടന്നു പോയത്, കടലിന്റെ അടിയിൽ പോയത്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. തള്ളാണോന്ന് അറിയില്ല. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ലുസിഡ് ഡ്രീമിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് മെന്റൽ എക്സസൈസ് ഒക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കി. വേറൊന്നുമല്ല, ടെക്നിക്ക് സിമ്പിളാണ്. ഇടയ്ക്കിടയ്ക്ക് വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുക, നമ്മുടെ കയ്യിലേക്ക് നോക്കുക, വാച്ചിലേക്ക് നോക്കുക, എന്നിട്ട് ശരിക്കും മനസ്സുറപ്പിച്ച് സ്വയം ചോദിക്കുക, ഞാൻ സ്വപ്നം കാണുകയാണോ? ആം ഐ ഡ്രീമിംഗ്? ഇതാണ് ടെക്നിക്ക്. ഇതൊരു ശീലമാക്കുക. ദിവസത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ ചെയ്യുക. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ചെയ്ത് നിരന്തരം നമ്മൾ സ്വപ്നം കാണുകയല്ല എന്ന് ഉറപ്പ് വരുത്തുക. നമ്മളിതിങ്ങനെ ഡെയിലി എഴുന്നേറ്റിരിക്കുമ്പോൾ ചെയ്ത് ശീലമാകുമ്പോൾ ഈ ശീലം നമ്മൾ ഒടുവിൽ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരികയും ഒടുവിൽ സ്വപ്നത്തിനുള്ളിൽ വെച്ച് നമ്മൾ ഇതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് ടെക്നിക്ക് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു കേട്ടോ. പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10ാം നിലയുടെ മുകളിൽ നിന്ന് ഞാൻ ബ്രഷൊക്കെ താഴ്ത്തോട്ടിടും. എന്നിട്ട് ചുറ്റും നോക്കും, കയ്യിൽ വാച്ചിലേക്ക് നോക്കും, പേപ്പറൊക്കെ വല്ല അവിടെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കും. എന്നിട്ട് സ്വയം ചോദിക്കും, ഞാൻ സ്വപ്നം കാണുകയാണോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും, ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ 2-3 ആഴ്ച കടന്നുപോയി എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നും സംഭവിച്ചില്ല. ഒടുക്കം ആ ദിവസം വന്നെത്തി. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് എൻ്റെ അങ്കിളിന്റെ വീടായിരുന്നു. അങ്കിൾ അത് പിന്നെ വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി. അങ്കിൾ അത് വിറ്റ് പോയതിനു ശേഷം ഞാൻ ആ വീടിന്റെ അകത്ത് കയറിയിട്ടുമില്ല, ഞാൻ ആ വീടിന്റെ അകം കണ്ടിട്ടുമില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ വീടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ചെറിയ ഹാളിൽ കസേരയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ തൊട്ടു മുന്നിൽ വെള്ള സാരി എടുത്ത് മറ്റൊരു പെൺകുട്ടി വേറൊരു കസേരയിൽ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നു. പുള്ളിക്കാരി വളരെ കാര്യമായിട്ട് എന്തൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ കേട്ട് വലിയ കാര്യമായിട്ട് തലയാട്ടുന്നുണ്ട്. കാര്യമായിട്ട് എന്തോ ഡിസ്കഷനിലാണ് ഞങ്ങൾ. സംഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എവിടെന്നൊക്കെയോ എന്റെ കിളികൾ പറന്നുപോയി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അല്ല, ഞാൻ വീട്ടിൽ കട്ടിൽ ഉറങ്ങാൻ കിടന്നതല്ലേ, ഞാൻ എങ്ങനെ ഈ വീടിന്റെ ഉള്ളിൽ വന്നത്? ഞാൻ ഈ വീട്ടിലേക്ക് അങ്ങനെ വന്നിട്ടില്ലല്ലോ. പിന്നെയാണ് എന്റെ തൊട്ടു മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അല്ല, ഇത് ഏതാ ഈ പെണ്ണ്? പുള്ളിക്കാരി എന്തൊക്കെയാ എന്നോട് പറയണേ? പെട്ടെന്ന് ആശ്ചര്യത്തോടെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു, ഞാൻ സ്വപ്നം കാണുകയാണ്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ,
ഞാൻ സ്വപ്നം കാണുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എന്റെ തൊട്ടു മുൻപിലുണ്ടായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് സംസാരം നിർത്തി. എന്നിട്ട് എന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. ഒന്നും മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല, വെറുതെ ഇരുന്ന് അവിടെ ഇരുന്ന് എന്നെ നോക്കുന്നു. എക്സൈറ്റഡ് ആയി ഞാൻ എന്ത് വില കൊടുത്തു ഈ സ്വപ്നം പിടിച്ചു നിർത്തിയേ മതിയാകുമെന്ന് തീരുമാനിച്ചു. എനിക്കൊന്ന് അവിടെയൊക്കെ നടന്നു നോക്കണമെന്നുണ്ടായിരുന്നു, തൊട്ട് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എക്സൈറ്റ്മെന്റ് കൂടിയപ്പോൾ സ്വപ്നം പതിയെ എന്റെ കൺമുന്നിൽ നിന്ന് അലിഞ്ഞങ്ങടില്ലാതായി. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ കട്ടിലാണ്. കുറച്ച് സെക്കൻഡുകളെ ആ ലൂസിഡ് ഡ്രീമിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതെനിക്ക് നൽകിയ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. പിന്നീട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം കൂടെ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ പിന്നെ വർക്കായില്ല എനിക്കത്. ഞാൻ പതിയെ പിന്നീട് അത് ഉപേക്ഷിച്ചു. വേറെ ഒന്നുമല്ല, ടെക്നിക്കൊക്കെ സിമ്പിളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നല്ലപോലെ ഏകാഗ്രതയും നല്ല മെന്റൽ ഡിസിപ്ലിനും ഒക്കെ വേണ്ട ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ല, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം, ഏതാണ്ട് അതുപോലെയുള്ള ഒരു പരിപാടിയാണ്. നല്ല കോൺസെൻട്രേഷൻ ഒക്കെ വേണം. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പതിയെ ആ ശ്രമം ഉപേക്ഷിച്ചു. പറഞ്ഞു വന്നത് നമ്മുടെ സ്വപ്നങ്ങൾ അത് വലിയൊരു സംഭവമാണ്. തികച്ചും സമ്പൂർണ്ണമായൊരു റിയാലിറ്റിയാണ് എൻ്റെ തലച്ചോറ് അന്ന് എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചത്. ഒരു പഴയ വീട്, മുറികൾ, കസേര, എൻ്റെ കൺമുന്നിലിരിക്കുന്ന പെൺകുട്ടി, എല്ലാം റിയൽ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ രാത്രിയിലും നമുക്ക് എല്ലാവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ലോകം പതിയെ അലിഞ്ഞില്ലാതാകുന്നു. നമ്മുടെ മുറി പതിയെ അലിഞ്ഞില്ലാതാകുന്നു. നമ്മുടെ കട്ടിൽ, നമ്മുടെ ഒപ്പം കിടന്നുറങ്ങുന്നവർ എല്ലാം പതിയെ അലിഞ്ഞില്ലാതാകുന്നു. പകരം പുതിയൊരു ലോകം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു ലോജിക്കുമില്ലാത്ത പുതിയൊരു ലോകം, പുതിയൊരു നഗരം, നഗരത്തിന്റെ ഒത്ത നടുക്കിങ്ങനെ പൊന്തി നിൽക്കുന്ന എവറസ്റ്റിന്റെ മുകളിൽ പഠിക്കാൻ പോയിട്ട് വരുന്ന നഴ്സറി പിള്ളേർ, ആനപ്പുറത്തിരുന്ന് പത്രം വായിക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ അമ്മണി ചേച്ചി, പറക്കുന്ന കാറ്, ചാരുകസേരയിലിരുന്ന് ചായ കുടിക്കുന്ന 10 തലയുള്ള രാവണൻ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാര തുറന്നപ്പോൾ അലമാരയുടെ ഉള്ളിൽ ബീച്ച്, പഠിക്കാൻ പോയപ്പോൾ ക്ലാസ് റൂമിലിരുന്ന് ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്തശ്ശി, പത്രത്തിലേക്ക് നോക്കിയാൽ അക്ഷരങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ഓടി നടക്കണം, ക്ലോക്കിലേക്ക് നോക്കി അതിൻ്റെ അകത്ത് സൂചികൾ നമ്മൾ നോക്കി കൊഞ്ഞനം കുത്തുന്നു, ആകാശത്ത് പറന്നു പോകുന്ന കാക്ക വെറുതെ താഴെ ഇറങ്ങി വന്ന് നമ്മുടെ കരണത്തടിച്ചിട്ട് പോകുന്നു. ഒരു കാരണവുമില്ലാതെ നമ്മൾ ഓടിച്ചിരുന്ന പ്രേതങ്ങൾ, രാക്ഷസന്മാർ, വാമ്പയേഴ്സ്, ഇതൊന്നും കൂടാതെ എന്താ ടാക്സ് ഇറക്കാത്തതെന്ന് ചോദിച്ച് നമ്മൾ ഓടിച്ചിരുന്ന നമ്മുടെ കണക്ക് മാഷിന്റെ മോന്തയുള്ള ഏതോ ഒരു ഹിപ്പപ്പൊട്ടാമസ്. കയ്യിലേക്ക് നോക്കിയാൽ കയ്യിൽ 10 പകരം 20 വിരൽ. വിചിത്രം എന്ന് പറയട്ടെ, ഈ ഒരു ലോജിക്കിനെയും നമ്മുടെ തലച്ചോറ് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തെ അളക്കുന്നത് യുക്തി ഉപയോഗിച്ചിട്ടല്ല, അവ അതിനെ അളക്കുന്നത് പ്രതീക്ഷകൾ ഉപയോഗിച്ചിട്ടാണ്. എക്സ്പെക്ടേഷൻസ്. സ്വപ്നം കാണുന്ന നിങ്ങളുടെ തലച്ചോറ് ഇത് ഫിസിക്കലി പോസിബിൾ ആണോ എന്നല്ല ചോദിക്കുന്നത്. ബ്രെയിൻ ചോദിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസനീയമായി തോന്നുന്നുണ്ടോ? ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നത് എങ്ങനെയോ നമ്മുടെ തലച്ചോറിന് വിശ്വസനീയമായി തോന്നി. എന്നാൽ ഒരു സാധാരണ സംഭാഷണം തികച്ചും വൈരുദ്ധ്യമായി നമുക്ക് അനുഭവപ്പെടും. ആ ചെറിയ വൈരുദ്ധ്യമാണ് എൻ്റെ മനസ്സിനെ ചോദ്യം ചെയ്യുന്ന ഭാഗത്തെ ഉണർത്തിയത്. അത് തന്നെയാണ് ലൂസിഡ് ഡ്രീമിങ്ങിന്റെ യഥാർത്ഥ ഭംഗി. ഒരു ചെറിയ നിമിഷത്തേക്കാണെങ്കിൽ പോലും സാധാരണയായി അദൃശ്യമായ ഒന്നിന് നിങ്ങൾ അവിടെ സാക്ഷിയാവുകയാണ്. നിങ്ങളുടെ സ്വന്തം മനസ്സ് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന ഒരു മഹാപ്രക്രിയയ്ക്ക് നിങ്ങൾ അവിടെ സാക്ഷിയാവുകയാണ്. എന്തുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്നു? ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. എല്ലാ ജീവികൾക്കും റെസ്റ്റ് വേണമല്ലോ. നമ്മുടെ ബോഡി സ്വയം പ്രിപ്പയർ ചെയ്യുന്നൊരു സമയമാണ്. നമ്മുടെ തലച്ചോറ് ഓർമ്മകളുടെ ആക്കം കൂട്ടുന്ന സമയം. ആ ദിവസം മുഴുവൻ നടന്ന് നമ്മുടെ ഓർമ്മകളെ തലച്ചോറ് ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് ആ സമയത്ത്. അതുവരെ കുഴപ്പമില്ല. കുഴപ്പം എന്തുകൊണ്ട് നമ്മുടെ തലച്ചോറിന് ഈ പണി നിശബ്ദമായി സൈലൻ്റായി ചെയ്തുകൂടാ? ഇങ്ങനെ വൈൽഡ് ആയിട്ടുള്ള ഇമാജിനേഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തുകൊണ്ട് അഴിച്ചുവിടുന്നു? ഇങ്ങനെ മാരകമായ ഗ്രാഫിക് എഫക്റ്റുകളോടെ ഇങ്ങനെ ഓരോ ജെയിംസ് ക്യാമറോൺ സിനിമകൾ എന്തിന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അഴിച്ചുവിടുന്നു? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവികളും മറ്റും എഴുന്നേറ്റ് നിന്ന് നമ്മളോട് സംസാരിക്കുന്നു. സാരി എടുത്ത് മുല്ലപ്പൂ ജോടി പോകുന്ന ഏലിയൻസ് നമ്മളെ നോക്കി കൈവീശി കാണിക്കുന്നു. ആകാശത്ത് സൂര്യന് പകരം നേരെ ചൊവ്വേ സമയം കാണിക്കാത്ത ക്ലോക്ക്, ഒരു കാര്യമില്ലാതെ നമ്മൾ ആകാശത്തുനിന്ന് നോക്കി കളിയാക്കിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ, ഇതൊന്നും കൂടാതെ ഇതെല്ലാം പഞ്ചപുച്ഛമടക്കി ഒരു അക്ഷരം പോലും മിണ്ടാതെ വിശ്വസിച്ച് നിൽക്കുന്ന നമ്മളെയും നമ്മുടെ തലച്ചോറ് സ്വപ്നത്തിനുള്ളിൽ സൃഷ്ടിക്കുന്നു. എന്തിന് എന്ന് മാത്രം ഒരു പിടിയുമില്ല. സ്വപ്നം എന്ന് പറയുന്നത് പരിണാമചരിത്രത്തിൽ പുതിയതൊന്നുമല്ല. പട്ടികൾ ഉറക്കത്തിൽ കൈയും കാലോട്ട് അനക്കുകയും കുരയ്ക്കുകയൊക്കെ ചെയ്യും. പൂച്ചകൾ അനങ്ങുകയും തിരിയുകയും ഓടുകയൊക്കെ ചെയ്യും. പക്ഷികൾ സ്വപ്നം കാണും. എലികൾ പോലും അവർ അന്ന് കണ്ട ദിവസങ്ങളിലെ ഓർമ്മകൾ സ്വപ്നങ്ങളായിട്ട് കാണുമെന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. സ്വപ്നത്തിന് മനുഷ്യനേക്കാൾ പഴക്കമുണ്ട് എന്നർത്ഥം. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കം. ഇത്രയും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു പ്രതിഭാസം ഒരു കാരണവുമില്ലാതെ പരിണാമത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് പ്രയോജനം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ സ്വപ്നങ്ങൾ എവല്യൂഷനിലൂടെ നമുക്കിങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ നമ്മുടെ തലച്ചോറ് നിശബ്ദമായി നമ്മുടെ ഓർമ്മകളെയും ഇമോഷൻസിനെയും പ്രോസസ്സ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളിലൂടെയും മറ്റുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ഒരു സിമുലേഷൻ റൺ ചെയ്യുന്നതായിരിക്കും. ഒന്നുമല്ല, ഒരു സർവൈവലിനൊക്കെ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ കാരണവന്മാരിൽ ഒരാളെ ഒരു ദിവസം പകൽ കടുവ ഓടിച്ചിട്ടു. പുള്ളി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് രാത്രി ഉറക്കത്തിൽ പുള്ളി കടുവ ഓടിച്ചിടുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഒരിക്കൽ കൂടി നമ്മുടെ മുതുമുത്തശ്ശൻ ജീവനും കയ്യിൽ പിടിച്ച് കടുവയുടെ മുന്നിൽ നിന്ന് ഓടുകയാണ്. ഇത്തവണ സ്വപ്നത്തിലാണെന്ന് മാത്രം. എന്തിനിങ്ങനെ ചെയ്യുന്നു? ഒരുപക്ഷെ നമ്മുടെ ബ്രെയിൻ അവരെ ട്രെയിൻ ചെയ്യുന്നതായിരിക്കാം. ഈ ഭയത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇന്നലെകളെ കൃത്യമായിട്ട് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കാം. കൃത്യമായിട്ട് ഉത്തരം ആരുടെയും കയ്യിലില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്. ഫിലോസഫിയും വളരെ വിചിത്രമായ കിളി പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് സ്വപ്നങ്ങളെ പറ്റി ചോദിക്കുന്നത്. സ്വപ്നങ്ങൾ റിയാലിറ്റിയെ പറ്റി നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയോ? എല്ലാ സ്വപ്നവും നമുക്ക് യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുന്നു. നിങ്ങൾ എഴുന്നേൽക്കുന്നത് വരെ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ് എന്നാണ് നമ്മൾ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് വളരെ അസ്വസ്ഥമാക്കുന്ന വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഏതാണ് റിയാലിറ്റി എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമ്മളിപ്പോൾ സ്വപ്നം കാണുകയല്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയും? അത്ര ചെറിയൊരു ചോദ്യമല്ല അത്. മറ്റൊരു വിചിത്രമായ കാര്യം, യഥാർത്ഥ ലോകത്ത് നമ്മളും നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റിയും എന്നൊരു വ്യത്യാസമുണ്ട്, ഒരു വേർതിരിവുണ്ട്. എന്നാൽ സ്വപ്നത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ള റിയാലിറ്റിയും ഒന്നാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള കെട്ടിടങ്ങളും ആകാശത്ത് നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാലും മേഘങ്ങൾക്കിടയിലൂടെ ഒഴുകി നടക്കുന്ന തിമിംഗലവും നിങ്ങൾ തന്നെയാണ്.
നിങ്ങളെ ഓടിച്ചിടുന്ന യക്ഷി നിങ്ങൾ തന്നെയാണ്. സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും ഫ്രണ്ട്സും നിങ്ങൾ തന്നെയാണ്. 3 കണ്ണും 1500 പല്ലും വായിൽ വെച്ച് നിങ്ങളോട് ഫ്ലേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി നിങ്ങൾ തന്നെയാണ്. ഒരു കാര്യവുമില്ലാതെ നിങ്ങളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ജിറാഫിന്റെ കഴുത്തുള്ള ചേട്ടൻ നിങ്ങൾ തന്നെയാണ്. തീർന്നില്ല, ഇനിയുമുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം സ്വപ്നത്തിൽ എന്താണ് എന്നുള്ളത്. നിങ്ങൾ തന്നെയാണോ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ? ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒന്നുകൂടി ചെറുപ്പമായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടെ വയസ്സായിട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു പെണ്ണായിട്ടായിരിക്കും, നിങ്ങളൊരു പട്ടിയോ പൂച്ചയോ അരണയോ ഓന്തോ ആയിട്ടായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങളെല്ലാം വെറുതെ ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരിക്കും, ലൈക്ക് എ ഗോസ്റ്റ്. എല്ലാ സ്വപ്നവും അവസാനിക്കുന്നത് ഇതേ രീതിയിലാണ്. എല്ലാറ്റിനെയും നിങ്ങൾ യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു, ഒന്നിനെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എഴുന്നേൽക്കുന്ന നിമിഷം ആ നഗരം ഇല്ലാതാകുന്നു, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഇല്ലാതാകുന്നു, കുന്നും മലകളും ആകാശവും നിങ്ങളുടെ ഭയവും നിങ്ങൾ അനുഭവിച്ച വിജയങ്ങളും സങ്കടങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും നിങ്ങളുടെ ദുരന്തങ്ങളും നിങ്ങൾ കണ്ണു തുറക്കുന്ന നിമിഷം ഒറ്റയടിക്കില്ലാതാകുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം അവിശ്വസനീയമാം വിധം നമുക്ക് വിശ്വസനീയമായി തോന്നുകയും എന്നാൽ തൊട്ടടുത്ത നിമിഷം ഒരു നീർക്കുമുള പോലെ ആ ലോകം ഇല്ലാതാവുകയും ചെയ്യുന്നു. ആ ലോകത്തു നിന്ന് പിന്നെ അതിജീവിക്കുന്നത് നമ്മൾ ഒരാൾ മാത്രം. മറ്റൊരു ലോകത്ത് നമ്മൾ കണ്ണു തുറക്കുന്നു. കഴിഞ്ഞുപോയ ലോകം നേരിയ ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചുകൊണ്ട്. ഓർക്കുമ്പോൾ എന്തോ ഒരു മരവിപ്പ് പോലെ, അല്ലേ?